മണിപ്പൂരിൽ വിവിധ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാകുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, അപ്സപ ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഗ ട്രൈബ് കമ്മ്യൂണിറ്റിയും പ്രതിഷേധത്തിലാണ്. മണിപ്പൂരിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മണിപ്പൂരിൽ വിവിധ സംഘടനകളുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. ഇതിപ്പോൾ നാഗ ട്രൈബിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത്. വാട്ട്സ് യുവർ ഡിമാൻഡ്? We demand the peace to be restored in Manipur again, and hopefully, the crisis and everything what's going on will end soon. This is what we are demanding right now. And, the killing of of course, innocent, 3 children and 3 women. So that's the main thing that we are protesting right now. It's a very crucial situations in Manipur. Yes, it is. It is. Yeah, everywhere. Wherever you go out, you can see all the shops have been closed down. Shut down. Sorry, and even the vehicles, transportation, everything has been shut down. So of course, we are facing lots of problems. So this is the message to the government. I think this the problem is not right now. This is it's a long problem. Yeah. So what's the main solution of this incident? Well, the main solution is, for the 2 different community to, like come together and find a solution, so that at least both the parties should be happy, like not happy but content, whatever it's been decided. Because right now, because both the parties have been fighting each other, that's why we are that's the main reason that we are facing this kind of, problem. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നോ ഇന്നലെയോ ഒക്കെയായി നേരിടുന്ന ഒരു പ്രശ്നമല്ല. ഏതാണ്ട് കാലങ്ങളോളമായി മണിപ്പൂരിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അതിന്റെ രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിഥി कैसे चल रहा है आपका लाइफ इधर से? हम लोग को बहुत दिक्कत होता है, दुख होता है, क्योंकि ये बच्चा लोग को मारने से तो ये लड़ाई नहीं, लड़ाई होने से तो वो आतंकवादी लोग करो लड़ाई है. वो लाइफ में बहुत दिक्कत है, इंटरनेट नहीं है, बच्चा लोग को वुमेन को मार दिया. हम लोग बहुत दुख है. आपका डिमांड क्या है अभी? हम लोग का डिमांड तो ये लड़ाई सरकार ने जल्दी से पीस तो लेकर आओ और बच्चा लोग वुमेन लोग को मत मारो. एक का ഡിമാൻഡ് है हम लोग का. തീർച്ചയായിട്ടും അവർ ആവശ്യപ്പെടുന്നത് സർക്കാർ സമാധാനം പുനഃസ്ഥാപിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട്. അതിലൊക്കെ ഇരകളാകുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഏറ്റവും വേദനാജനകമായൊരു സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ മണിപ്പൂർ മുന്നോട്ട് പോകുന്നത്. ഇതിനൊരു അറുതി ഉണ്ടാവണം, ഒപ്പം തന്നെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി ഇപ്പോൾ മണിപ്പൂരിലെത്തിയിരിക്കുന്നത്. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി, 24. വിജിയാണ് നമുക്കൊപ്പം ചേർന്ന്. വിനീത വിജി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത സേഫായിരിക്കുക. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ്. എസ് കെ സൂചിപ്പിച്ചതുപോലെ വിവിധ സംഘടനകൾ ഇതിനോടകം തന്നെ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാഗ ട്രൈബ് സംഘടനകളടക്കം പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇതിന് ഇരയാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ ഈ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കുക, ആക്രമണങ്ങൾ തടയാൻ കൃത്യമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മറുവശത്ത് സർക്കാർ തലത്തിൽ രാഷ്ട്രീയ തലത്തിലേക്കുള്ള പ്രശ്നങ്ങളും ചർച്ചകളും ഒക്കെ മറുവിഭാഗത്തിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിച്ചിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിൽ സുപ്രധാനമായിട്ടൊരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ മണിപ്പൂർ സംബന്ധിച്ച വിഷയങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ചയായത്. ഈ യോഗത്തിൽ നിന്ന് 11 MLA-മാർ വിട്ടുനിന്നിട്ടുണ്ടായിരുന്നു. കുക്കി വിഭാഗത്തിൽ നിന്നുള്ള NDA MLA-മാരാണ് വിട്ടുനിന്നത്. ഈ MLA-മാർക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ വിട്ടുനിന്നതിന്റെ കാരണം കാണിക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനൊരു നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് ഈ MLA-മാരും മുന്നോട്ട് വെക്കുന്ന വാദം. ഒപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത NPP MLA-മാരും ഇപ്പോൾ വിവാദത്തിലായിട്ടുണ്ട്. 3 NPP MLA-മാർക്കാണ് പാർട്ടി അവർക്കും ഒരു താക്കീത് നൽകിയിരിക്കുകയാണ്. അവർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതായത് സർക്കാരിനുള്ള NPP പിൻവലിച്ചിരുന്നു. ഇതിന് പിന്നാലെ ചേർന്ന യോഗത്തിൽ എന്തിനു കൊണ്ട് പങ്കെടുത്തു എന്നാണ് NPP ചോദിക്കുന്നത്. ഈ കാര്യങ്ങൾ വിശദീകരിച്ചാണ് അവർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ മറുതലത്തിൽ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും മണിപ്പൂരിൽ പുരോഗമിക്കുന്നത്. ഓക്കെ, വിനീത വിജിയാണ് മണിപ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.